നമസ്കാരം. കേരള കണക്റ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ECV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള കണക്റ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമ സംരക്ഷണവും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമ സംരക്ഷണവും. പലപ്പോഴും നമ്മൾ പല സ്ത്രീകൾ ജോലികളിൽ പ്രവേശിക്കാറുണ്ട്, ദീർഘനാൾ ജോലി ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോഴും എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ മെറ്റേണിറ്റി റൈറ്റ്സ് ആവട്ടെ, നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്താൽ അതിൽ നമുക്ക് എങ്ങനെയാണ് കമ്പനി നമ്മളെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധ്യം ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് കേരള കണക്റ്റിൽ എടുത്തിരിക്കുന്നത്. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമ സംരക്ഷണവും. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി നമ്മളോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് N. പത്മിനിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാഡം. ഒപ്പം പ്രേക്ഷകരോടായിട്ട് 1 മണിക്കൂർ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമസംരക്ഷണവും എന്ന ഇന്നത്തെ നമ്മുടെ വിഷയത്തെക്കുറിച്ച് എന്ത് ചോദ്യം വേണമെങ്കിലും നമ്മുടെ ഒരു ലീഗൽ എക്സ്പേർട്ടാണുള്ളത്, ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൂടാതെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പായി നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമുക്ക് കോള് കണക്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു നമ്പറും വാട്സാപ്പിനായിട്ട് എക്സ്ക്ലൂസീവ്ലി മറ്റൊരു നമ്പറുമാണ് ഉള്ളത്. അപ്പോൾ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പറിലേക്ക് ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്, നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കോൾ ചെയ്യുന്നവർ കോൾ ചെയ്യാനുള്ള നമ്പറിൽ തന്നെ വിളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാട്സാപ്പായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഈ സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ തൊഴിലിടങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ ഒരുപോലെ പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു ഈക്വൽ ഡിഗ്നിറ്റിയിൽ അല്ലെങ്കിൽ ഈക്വൽ സ്റ്റാറ്റസിൽ എല്ലാ സാഹചര്യത്തിലും ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു സംശയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാഡത്തിൻ്റെ അതിനെ പറ്റിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമവശങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ പെൺകുട്ടികൾക്കുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു അത് ഇപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 വർഷം 25 വർഷം മുമ്പുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു സ്ത്രീകൾക്ക്. ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ തന്നെ പ്രൊഫഷൻ എടുക്കുക. ഞങ്ങളൊക്കെ ഒരു 30 വർഷം മുമ്പ് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളെ അന്നുള്ളൂ. ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു പ്രൊഫഷനിൽ വളരെ പാടായിരുന്നു നമുക്ക് ആദ്യമൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് 3-4 പേരേ ഉള്ളൂ, ബാക്കി മുഴുവൻ മെയിൽ മെമ്പേഴ്സാണ്. അന്ന് നമുക്കിങ്ങനെ ആരും പ്രത്യേകത ഒന്നുമില്ല. ആരെങ്കിലും നോക്കുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ സഹിക്കുക എന്നുള്ള, അല്ലെങ്കിൽ സ്വയം റിട്ടോർട്ട് ചെയ്യുക, അല്ലാതെ ഒരു നിയമവും നമ്മളെ അന്ന് സംരക്ഷിക്കാനില്ലായിരുന്നു. അന്ന് അങ്ങനെ സ്ത്രീകൾ, അപ്പോൾ അന്നും സ്ത്രീകൾ ജോലിക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അന്നത്തെ സ്ത്രീകളെക്കാൾ ഇന്നത്തെ സ്ത്രീകൾ ബെറ്റർ ഓഫാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് നിയമമുണ്ട് സംരക്ഷിക്കാൻ. അപ്പോൾ അവരുടെ ആ ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്യുക. ഏത് ജോലിക്ക് പോകുമ്പോഴും നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഡിഗ്നിറ്റി നമ്മൾ കീപ്പപ്പ് ചെയ്ത് നമുക്ക് ജോലി ചെയ്യണം, അല്ലേ? അതല്ലേ വേണ്ട. അതില്ലാതാവുമ്പോഴാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത്ര സ്ട്രെസ്സുകൾ വരുന്നത്. ഇപ്പോൾ ഏത് പ്രൊഫഷനിൽ ചെന്നാൽ നമ്മൾക്ക് അറിയാം ഈ ഒരു നിയമം ഉണ്ട്. നമുക്ക് ഇപ്പോൾ എപ്പോഴും എടുത്ത് നിയമം പ്രയോഗിച്ചില്ലെങ്കിലും നമ്മൾക്ക് അറ്റ കൈക്ക് ഉപയോഗിക്കാൻ ഒരു നിയമമുണ്ട്, ഒരു പിടിവള്ളിയുണ്ട്. അത് എത്രയൊക്കെ പറഞ്ഞാലും അതൊരു ആശ്വാസം തന്നെയാണ്. അത് കാരണം പല തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് കുറച്ച് സമാധാനം മാത്രമല്ല, ഒരു ഡിഗ്നിറ്റി, ഒരു റെസ്പെക്റ്റ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. മാഡം, ഈ തൊഴിലിടങ്ങളിലെ അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രയർ ടു വിശാഖ കേസും വിശാഖ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷവും പിന്നെ അതൊരു നിയമമായി മാറിയതിന് ശേഷമൊക്കെ ഉള്ളൊരു നമ്മളിങ്ങനെ ഈ തലമുറ അത് കണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറയാണല്ലോ. എനിക്കൊന്ന് ഒരു ലോങ് സ്റ്റാൻഡിങ് സർവീസ് ഉള്ള ഒരു ലോയർ എന്നുള്ള നിലയിൽ ഈ 3 ഘട്ടങ്ങളെ എങ്ങനെയായിരിക്കും കാണുന്നത്? അല്ല, വൈശാഖ ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് 2013 ഈ ആക്ട് തന്നെ വരുന്നത്. അതിൻ്റെ ഇത് 2007 തൊട്ട് തുടങ്ങുന്ന ഒരു ഫൈറ്റിലാണ് 2013 ഈ ആക്ട് തന്നെ വരുന്നത്. അതിനു മുമ്പ് ഒരു റൂളിങ്ങും കൂടെ സുപ്രീം കോടതിയുടെ ഉണ്ട്. അത്
ഫോളോ ചെയ്ത് ഇതൊരു ആക്റ്റാക്കി മാറ്റണം എന്ന് പറഞ്ഞ ഗൈഡ് ലൈൻസ് അല്ല. ആ രണ്ടിൻ്റെയും ഇതിലാണ് ആ ഗൈഡ് ലൈൻസ് വന്നത്. ആ ഗൈഡ് ലൈൻസ് തീർച്ചയായിട്ടും ഈ ആക്ട് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ ആ ഗൈഡ് ലൈൻസ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് പ്രകാരം പിന്നുള്ളത് എംപ്ലോയറുടെ ഡ്യൂട്ടി ആയിരുന്നു. അത് എത്രത്തോളം ഏതൊക്കെ സ്ഥാപനങ്ങളിൽ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം എന്ന് വെച്ചാൽ 2013 ആക്റ്റിൽ കുറേ സ്ഥാപനങ്ങളിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ICC എന്ന് പറഞ്ഞ ഒരു സംഭവം അവർ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന്. ഒരു കമ്മിറ്റി ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആ സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയോ, അത് ആക്റ്റിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, അത് തൊഴിലുടമ അത് അവിടുത്തെ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ പ്രദർശിപ്പിക്കണം, അവരെ ബോധവൽക്കരിക്കണം. ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്നും അത് എത്രത്തോളം ഏതെല്ലാം സ്ഥാപനങ്ങൾ, അതായത് 10ൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് നിർബന്ധമായിട്ടും ഒരു ICC വേണം, അതായത് ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി. ഇനി 10ൽ താഴെയുള്ളതിനാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഉണ്ട്, ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി. അത് ഗവൺമെൻറ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ വെച്ച് അവർ ഫങ്ഷൻ ചെയ്യും. പക്ഷേ 10ൽ കൂടുതലുള്ള ഇവിടെ 10ൽ കൂടുതലുള്ളിടത്ത് കമ്മിറ്റി കാണും, പക്ഷേ ഇതിനൊരു മോണിറ്ററിങ് സിസ്റ്റം അത്ര സ്ട്രിക്റ്റ് അല്ല. ആ മോണിറ്ററിങ് സിസ്റ്റവും കൂടെ സ്ട്രിക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഈ ICCക്ക് ഒരു ഫുൾ ഫോം ആകുള്ളൂ. അതൊരു ഫുൾ എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ ആ ICCനെ ഫുൾ സ്ട്രിക്റ്റായിട്ട് കംപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതുണ്ടോ എന്നുള്ളത് മോണിറ്ററിങ് സിസ്റ്റം കറക്റ്റായിട്ട് അത് നോക്കണം. നോക്കിയാൽ മാത്രമേ പിന്നെ പലയിടങ്ങളിലും വലിയ പരാതികളൊന്നുമില്ല, അവരെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഞാൻ തന്നെ ഒരു 6-7 സ്ഥലത്ത് ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെ ഒരു മെമ്പറാണ്. അപ്പോൾ ഞാൻ പോകുന്നിടത്ത് വളരെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ PNTയിലും അവർക്കൊന്നും ഒരു പരാതിയില്ല, ദേ ആർ വെരി ഓൺ എ കോർഡിയൽ റിലേഷൻഷിപ്പ്. പക്ഷേ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റിൽ വളരെ പരാതികളുള്ളവരും പേടിയുള്ളവരും. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ അത്രയും ഭയമില്ല, പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ അവർക്ക് ഭയമുണ്ട്, പരാതിപ്പെടാൻ പോലും ഭയമുണ്ട്. അതിലേക്ക് വരാം മാഡം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ തന്നെ കാതൽ അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഹലോ 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 കേരള കണക്ട്, ഇതാരാണ്? എന്റെ പേര് റോജ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കൊല്ലം ചവറയിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമസംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് കേരള കണക്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് N. പത്മിനി ഉണ്ട് കൂടെ, സംസാരിക്കാം. ഹലോ, ഗുഡ് ഈവനിങ് മാം. പറയൂ. ഗുഡ് ഈവനിങ്. ഓക്കെ മാം, ഞാൻ ഇപ്പൊ ലൈവ് കാണുന്നുണ്ടായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആ പ്രൈവറ്റ് ഫേമിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതില് ഞാൻ ഫീൽഡ് വർക്കാണ് എനിക്ക് കിട്ടിയ ജോലി. അപ്പൊ എന്റെ എഡ്യൂക്കേഷനും എന്റെ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ആ ജോലിയിൽ അതെനിക്ക് വലിയ ജോലി തന്നെയാണ്. പക്ഷെ ഫീൽഡ് വർക്കാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അപ്പം കുറെ നാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ നമുക്ക് എങ്ങനെ പോയാലും ഞാനൊരു സ്ത്രീയാണ്, നമുക്ക് ഈ മാസം ഒക്കെ ആവുമ്പോഴത്തേനും ഈ മെൻസ്ട്രൽ സൈക്കിളൊക്കെ വരുന്ന സമയത്ത് പല പ്രാവശ്യം അവിടെ നമ്മളെ മാനേജ്മെന്റിനോട് ഞാനടക്കം പല പെൺകുട്ടികളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഈ ടൈമിൽ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കമ്പനിയുടെ ഭാഗത്ത് തരണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സഹായം കിട്ടേ, അതല്ല അതിന് പുറമേ തന്നെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലും മാനസികമായിട്ടും ഒക്കെ നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ യൂണിയൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും നിലവിൽ ആ കമ്പനിയിലില്ല. അതൊരു സാധാരണ ഒരു കമ്പനിയാണ്, വലിയ കമ്പനി അങ്ങനെ ഒന്നുമില്ല, സാധാരണ ഒരു കമ്പനിയാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്നെ പോലെ തന്നെ അങ്ങനെ സഫർ ചെയ്യുന്ന കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ഗതികേട് കൊണ്ട് ഈ ജോലി നമുക്ക് നമ്മുടെ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലുതായതുകൊണ്ടും നമുക്ക് വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ജോലി കിട്ടില്ല എന്നുള്ളത് കൊണ്ടും ആണ് അവിടെ വീണ്ടും പിടിച്ചു നിൽക്കുന്നത്. വേറെ ഒരു രീതിയിലും പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയമസഹായം നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടിന്റെ ബേസിസിൽ എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിയമസഹായം? നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എത്ര ആളുകളുണ്ട് ടോട്ടൽ? നമ്മുടെ ഇവിടെ ഏകദേശം ഒരു 140 പേരുണ്ട്.
140 പുറത്തുണ്ട്, 160 പേരും 140, 160 ഇടയ്ക്കുണ്ട്. വലിയ കമ്പനിയാണത്, പ്രൈവറ്റ് കമ്പനി. അത് 150 പേരെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതിൽ. അവിടെ നിങ്ങൾക്ക് ഈ അവര് കമ്പനിയുടെ സ്റ്റാഫായിട്ടല്ല, ഫീൽഡിലോട്ടുള്ള അത് സാരമില്ല. നിങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ടോ? ഓഫീസൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു ഇല്ല സംഭവം വന്നപ്പോൾ. അപ്പം നിങ്ങൾ ചവറ ആ ലോക്കൽ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ ഒരു പരാതി കൊടുക്കണം. നിങ്ങളുടെ ഈ ജോലി സ്ഥലത്ത് നിങ്ങൾക്കിങ്ങനെ ഒരു ഹരാസ്മെൻറ്റ് ഉണ്ടെന്നും അത് അവിടെ അപ്പോൾ നോഡൽ ഓഫീസർ, അവിടെ നോഡൽ ഓഫീസർ ഉണ്ട് എല്ലായിടത്തും, ഡിസ്ട്രിക്ട് ഓഫീസറുണ്ട്. ഡിസ്ട്രിക്ട് ഓഫീസർ അത് നിങ്ങളുടെ ലോക്കൽ കൗൺസിലർമാർ കാണുമല്ലോ ഇല്ലേ? അല്ല, നമ്മളുടെ ഈ പഞ്ചായത്തിലാണെങ്കിൽ എന്താ മെമ്പറോ അങ്ങനത്തെ ആൾക്കാർ കാണുമല്ലോ ഇല്ലേ? അവരോട് ചോദിക്കണം, മനസ്സിലായില്ലേ? അവരാണ് അതിൻ്റെ ആൾക്കാർ. അവരോട് ചോദിച്ചാൽ അവർ സഹായിക്കണം എന്നാണ് അതിൻ്റെ എല്ലാ ഇതും അവർ പറഞ്ഞു തരും, മനസ്സിലായോ? കാരണം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിയമസഹായം എന്ന്, പക്ഷേ അവരിപ്പം നിങ്ങളെ പിരിച്ചു വിടുവോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിയമസഹായത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവകാശമുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് ജോലിയുടെ ഇതിന് വേണ്ടി നിങ്ങൾക്ക് അവകാശങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അവർ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഓഫീസ് വർക്കിലോട്ട് 2-3 ദിവസം തരണം എന്നൊക്കെ ഉണ്ട്, മനസ്സിലായോ? പക്ഷെ അത് തരുന്നില്ല. അതൊരു ഹറാസ്മെൻ്റ് ആയിട്ട് ആണ് നിങ്ങളത് കാണുന്നത് എന്ന രീതിയിൽ നിങ്ങൾ മാത്രമല്ല ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ അവർ പറഞ്ഞു വിടും. ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് അവിടെ ഉള്ള ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഈ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇല്ല എന്നുള്ളതും അറിയിക്കണം. തൊഴിലുടമ നിർബന്ധമായിട്ടും നിങ്ങൾ 10 പേരിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻസ് ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞത് അതാണ്, പലയിടങ്ങളിലും ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾ ആ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി LCC എന്ന് പറയും. അത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം തേടി, നോഡൽ ഓഫീസർ എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും, അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് സഹായം തേടുക, എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിയമപരമായിട്ട്. ഓക്കെ, ഇത് ഇങ്ങനെ വന്ന് ലീവ് എടുത്ത സമയത്തൊക്കെ നമ്മുടെ ശമ്പളമൊക്കെ പിടിച്ചു വെക്കുകയും ഭയങ്കര മോശം രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പെരുമാറുന്നതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കമ്മിറ്റി ഫോം, അത് നിങ്ങളെ തൊഴിലുടമ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അവിടെ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇല്ലാത്തത്. ആയതിനാൽ നിങ്ങൾ ആ LCCയിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇത്രയും പേരുള്ള സ്ഥാപനമാണ്, അതിലൊരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇല്ല എന്നുള്ളതും പറയണം. തൊഴിലുടമ തന്നെയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പോകാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. തൊഴിലുടമയ്ക്കെതിരെയുള്ള പരാതികൾ എപ്പോഴും ലോക്കൽ കംപ്ലയിൻസ്, ഇനി ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം തൊഴിലുടമയുടെ കീഴിലുള്ള ആൾക്കാരാണല്ലോ അതിലിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇന്റേണൽ മറ്റേ LCC എന്ന് പറയുന്നത്, അതായത് ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി വച്ചിരിക്കുന്ന തന്നെ ഈ തൊഴിലുടമയ്ക്കെതിരെയുള്ള പരാതികൾ കൊടുക്കാൻ അവർ സ്വീകരിക്കാൻ അവർ പ്രാപ്തരാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. മാം, ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു തരത്തിലുള്ളൊരു ഹറാസ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. നമ്മളിപ്പോൾ വൈശാഖ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആണല്ലോ വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് അത് പറയാം. ഇപ്പം എന്തൊക്കെ നമ്മൾ ഒരു ഹറാസ്മെൻ്റ് എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു പെർവ്യൂവിൽ ഇപ്പം എനിക്ക് അനീതിയാണ് എന്ന് എന്നോടൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഇല്ലാതെ ഒരാൾ അല്ലെങ്കിൽ ഒരു കമ്പനി പെരുമാറുന്നു എന്ന് എനിക്ക് തോന്നുന്നിടത്ത് ഞാൻ അവിടെ ഹറാസ്ഡ് ആവുന്നു എന്നാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ എന്താണ് ശരിക്കും ഒരു ഹറാസ്മെൻറ്റിൻ്റെ പെർവ്യൂവിൽ വരുന്നത്? സെക്ഷൽ ഹറാസ്മെൻറ്റ് എപ്പോഴാണ് ഒരു ഹറാസ്മെൻറ്റ്, സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ആ ഒരു കളറിലേക്ക് എത്തുന്നത് എന്നുകൂടി ഒന്ന്. അത് ഈ ആക്ടിനെ മൊത്തത്തിൽ നമ്മൾ നോക്കണം. ഈ ആക്ട് എന്ത് ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്, എന്താണ് അവർ പറയുന്നത്? എ വുമൺ വർക്കിംഗ് ഷുഡ് ഗെറ്റ് ഒരു സെക്യൂരിറ്റി, ലൈക്ക് അവരുടെ ഇൻറ്റഗ്രിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ആ ഒരു ഇത് അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവാതെ ജോലി ചെയ്യാൻ സാധിക്കണം. അതാണ് ഈ ആക്ടിൻ്റെ ഒരു മെയിൻ ഇത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്നാണ് പറയുന്നതെങ്കിലും ഹറാസ്മെൻറ്റ് ഇൻ എനി ഫോം ക്യാൻ ബി ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ പറയുന്നു ഇവർക്ക് രാവിലെ തൊട്ട് ഇവർക്ക് ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളെയും അത് ഒരു തൊഴിലുടമ എന്ന രീതിയിൽ അയാൾ ചെയ്യുന്നത്, ഇവരോട് ചെയ്യുന്നത് ഒരു ഹറാസ്മെൻറ്റ് തന്നെയാണ്. അവർ മനസ്സിലാക്കാതെ ജോലിക്ക് വരുന്ന ആൾക്കാരോട് ഇങ്ങനെ പെരുമാറുന്നതും ഒരു തരം ഹറാസ്മെൻറ്റാണ്. അതെന്തുകൊണ്ട് ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്പോൾ ആ ഹറാസ്മെൻറ്റ് ഇൻ എനി ഫോം ആക്ച്വലി ആക്ടിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ അതിൻ്റെ ലിമിറ്റ്. പക്ഷേ ഒരു സ്ത്രീക്ക് തൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തനിക്ക് പ്രയാസമില്ലാതെ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം വേണം. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് ഈ കംപ്ലയിൻറ്റ് കമ്മിറ്റിയെ സമീപിക്കാം എന്നാണ് ആക്ട് പറയുന്നത്. അത് സെക്ഷുവൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതും
കംപ്ലയിൻറ്റ് ചെയ്യാം. അതായത് അവരുടെ ഇത് ഒരു തരം അവരുടെ തന്നെ അവരുടെ ഒരു പ്രയാസമല്ലേ. സി ദേ ഹാവ് ഗോട്ട് സം ലിമിറ്റേഷൻസ്. അപ്പോൾ അതിനെ പോലും വകവയ്ക്കാതെ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ തൊഴിലുടമയെക്കുറിച്ച് പരാതി പറയാം. മാഡം, ഈ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണല്ലോ ഒരു ആളെ ഒരു കമ്പനിയിൽ നിലനിർത്തുക. എത്രത്തോളം കമ്പനിക്ക് അയാൾ വേർത്താണ്, അല്ലെങ്കിൽ ഒരു അസറ്റാണ്, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എനിക്കൊന്ന് ഒരു കൃത്യമായി പല കമ്പനീസും അസസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ പേരിലുള്ള ഹറാസ്മെൻറ്റ് പലപ്പോഴും സ്ത്രീകൾക്ക് അതൊരു വലിയ പ്രഷറായിട്ട് മാറുന്ന സാഹചര്യം. ഇപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിന് തയ്യാറായില്ലെങ്കിൽ വേണമെങ്കിൽ ഹറാസ് ചെയ്ത് ഒരു അണ്ടർ പെർഫോമർ എന്നുള്ളൊരു ടാഗ് ഇട്ട് പതുക്കെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും പല സ്ഥലങ്ങളിലും ഉപയോഗിക്കും. അത് ഈ ആക്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ദാറ്റ് ഈസ് പ്രൊമോഷൻ ആയാലും, അതായത് പ്രൊമോഷൻ തരാം എന്ന് പറഞ്ഞായാലും ഒരാളെ ഹറാസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അത് പല സ്ഥലങ്ങളിലും പോലീസ് ഫോഴ്സിലൊക്കെ അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും ഇതിൻ്റെ പരിധിയിൽ കൂടുതലായിട്ട് വരുന്ന കാര്യമാണ്. അതായത് എല്ലാവരുടെയും ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ആക്ച്വൽ ഈ റേപ്പോ അങ്ങനത്തതല്ല. സി എനി ഒരു ലുക്കായാലും മതി നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് സെക്ഷൽ ഹറാസ്മെന്റ്. എ ലുക്ക് which we can feel that it is a bad one. ഒരു വാക്ക്, പിന്നെ ആവശ്യമില്ലാത്ത നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ അശ്ലീല ചുവയുള്ള സംസാരം, അശ്ലീല ചുവയുള്ള നോട്ടം, ഇതൊന്നും ഇല്ലാതെ ചുമ്മാ നോക്കുമ്പോഴും നമുക്ക് വി ക്യാൻ മേക്ക് ഔട്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ്, നമുക്ക് തീർച്ചയായിട്ടും മേക്ക് ഔട്ട് ചെയ്യാം നല്ലതേത് ചീത്തയേത്. വി ക്യാൻ ഡെഫിനറ്റ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നമ്മളെ നോക്കുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, ഇല്ലേ? അങ്ങനെ വേണം സ്ത്രീകൾ നടക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോലും നമ്മളെ ചുറ്റും നമ്മൾക്കൊരു ശ്രദ്ധ വേണം. ഈ പല കുട്ടികളുടെ അടുത്തും ഞങ്ങൾ പല സ്കൂളുകളിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്ന അതാണ്, 12ാം ക്ലാസ് 10ാം ക്ലാസ്സിലുള്ള പിള്ളേർ ഈ മതി മറന്ന് നടക്കല്ലെന്ന് പറയും. പിള്ളേർക്ക് ഇപ്പോൾ ഒരു ശ്രദ്ധയില്ല ചുറ്റും നടക്കണ എന്താണെന്നുള്ളത്. ഒരു ഫോണും കൂടെ ഉണ്ടെങ്കിൽ അതും പിടിച്ച് റോഡിൽ കൂടെ നടക്കും. അങ്ങനെ അല്ല, നമ്മളൊരു കാറിൽ കയറുമ്പോഴായാലും ഒരു ട്രെയിനിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുമ്പോഴും നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുമ്പോൾ യു ക്യാൻ മേക്ക് ഔട്ട്. ഒരു എല്ലാവരെയും ഒന്നുമില്ല, ചിലരിങ്ങനെ നല്ലതായിട്ട് ഇരിക്കുമ്പോൾ അതല്ല, പക്ഷെ എന്നാലും ഒരുവിധപ്പെട്ടവരും നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും. whether they are good or bad. നമുക്കതൊരു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അത് ആക്ച്വലി, അല്ലേ? ആ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, സി ഐ എം എ പേഴ്സൺ ഹു ട്രാവൽസ് എലോൺ. 40-30 വർഷമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ ഒരു ഇതും നടന്നിട്ടില്ല. പക്ഷേ അങ്ങനല്ല, പലരും ഈ ട്രാവൽ ചെയ്യുമ്പം ദേ ഹാവ് ബാഡ് എക്സ്പീരിയൻസസ്. നമുക്ക് എപ്പോഴും നമ്മൾ അതിന് ഒരു ശ്രദ്ധ കൊടുക്കണം. ഈ ചില ആളുകളുണ്ട്, അവർ വിചാരിക്കും ഇങ്ങനെ ഇവിടെ തട്ടിക്കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഈ ചില ആളുകൾ അറിയില്ല. അപ്പോൾ ദേ വിൽ തിങ്ക് ദാറ്റ് ഇസ് അതൊരു കൺസെന്റ് ആണ് എന്ന് ധരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ധരിക്കുന്ന ആൾക്കാർ. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് സി ആഡ് എ കേസ്. അതായത് ഒരു സ്ഥലത്ത് ഞാൻ പറയുന്നില്ല, അവിടെ ഇതുപോലെ ഒരു ലേഡി, ഒരു കുട്ടിക്ക് ഒരു 40 വയസ്സിനകത്തേ കാണുള്ളൂ. അതിന് അവിടെ ഇരിക്കുന്ന അയാൾക്കൊരു അയാളെ മാമ എന്നാണ് ഈ കുട്ടി വിളിക്കുന്നത് പോലും. അയാൾ ഈ കുട്ടിക്ക് വൗച്ചർ എഴുതി കൊടുക്കേണ്ടത് അയാളാണ്. ആ വൗച്ചർ എഴുതി കൊടുത്തപ്പം അയാൾ തന്നെ പറഞ്ഞാണ് ഫസ്റ്റ് ഡേ തൊട്ടപ്പോൾ ആ കൊച്ചൊന്നും മിണ്ടിയില്ല. അപ്പോൾ ദാറ്റ് മെന്റ് ദാറ്റ് ഇറ്റ് വാസ് കൺസെന്റ്. അതുകൊണ്ട് അത് പിന്നെ അടുത്ത അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയി. പിന്നെ ആ കുട്ടി പരാതി പറയേണ്ടി വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു അൺപ്ലസന്റ് സിറ്റുവേഷനിലോട്ട് പോയി. അപ്പോൾ അതിനൊന്നും കൊടുക്കാതെ പെൺകുട്ടികൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ യു ഷുഡ് സ്റ്റോപ്പ്. ദേ ഷുഡ് ഹാവ് ദാറ്റ് ഗട്ട്സ് ഉണ്ടാവണം, മനസ്സിലാക്കണം. നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കില്ല ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന്. അതുപോലെ നമ്മളൊരു ടച്ച് ആയാലും ഒരു അടുത്ത് വന്ന് ഇരിക്കുന്ന ഒരാളുടെ ഒരു മാനറിസം ആയാലും യു ഷുഡ് മേക്ക് ഔട്ട്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് യു ഹാവ് ഗോട്ട് പ്രൊട്ടക്ഷൻ ഫ്രം ദ ലോ ഇറ്റ് സെൽഫ്. മാഡം, ഈ പരാതിപ്പെടുക എന്ന് പറയുന്നത്, അതായത് സാധാരണ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു പരാതി പറഞ്ഞു, 2 പരാതി പറഞ്ഞു, 3 പരാതി പറഞ്ഞു, സ്ഥിരം പരാതിക്കാരിയാണ് എന്ന് പറയുന്ന ഒരു ലേബൽ ചെയ്യപ്പെടുന്ന സാഹചര്യം പലപ്പോഴും അതൊരു പേടി സ്വപ്നമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പരാതി പറയുന്നത്, ഞാൻ പരാതിപ്പെടണോ, ഞാൻ പരാതി പറഞ്ഞാൽ ഞാൻ മോശക്കാരിയാവുമോ, പരാതി പറഞ്ഞാലാണ് മോശക്കാരിയാകുന്നത്. ഇപ്പം നമുക്ക് ചുറ്റും കാണുന്ന വളരെ പ്രമാദമായിട്ടുള്ള പല കേസും നമ്മൾ ഒബ്സർവ് ചെയ്ത്, ഇപ്പോൾ സൈബർ ബുള്ളിങ് അടക്കം പരാതി പറയുന്നവരെ മോശക്കാരായിട്ട് സമൂഹം ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ടാക്ട്ഫുള്ളി കൃത്യമായിട്ട് ഒരു സ്ത്രീ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് പല സ്ത്രീകൾക്കും ഒരു വലിയ ഡയലമയാണ്. അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തെന്നറിയാം, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നം,
they'll think that ഞാനിപ്പോൾ ഇത് കൊടുത്താൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതും. അതെ, ആ ചിന്ത ഫസ്റ്റ് യു ഷുഡ് ത്രോ അവേ ഫ്രം യുവർ. ഇഫ് യു ഹാവ് ഗോട്ട് എ റൈറ്റ് ആൻഡ് ഇഫ് യു ആർ കറക്റ്റ്, പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു പരാതിയായാലും 2 പരാതിയായാലും യു ആർ ഫൈറ്റിംഗ് ഫോർ എ റൈറ്റ് അല്ലേ. ആ റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ മേ ബി യു വിൽ ഹാവ് 101 എനിമീസ്. ബട്ട് ആ എനിമീസൊക്കെ ഷോർട്ട് ലിവ്ഡ് ആണ്. വൺസ് നമ്മൾ അതിൻ്റെ മേളിലും എത്തണം. പക്ഷെ അത് കറക്റ്റായിട്ടുള്ളതായിരിക്കണം. കള്ളപ്പരാതികൾ കൊടുക്കുമ്പോൾ ഓക്കെ നമുക്ക് ഭയക്കണം. നമ്മളിങ്ങനെ പരാതി 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് ഭയക്കണം. അതല്ല, സത്യസന്ധമായ ഒരു പരാതി കൊടുക്കാൻ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് പോകണം. ബട്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് അതേഴ്സ്. എങ്കിൽ നമ്മളെ മെന്റലി നമ്മൾ ഡൗൺ ആവും, ആൾക്കാർ നമ്മളെ ഡൗൺ ആക്കും. അതൊന്നും ചിന്തിക്കരുത്. നമുക്ക് ആവശ്യത്തിന് സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടോ, വി ഷുഡ് ഗോ. വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോകണം. പക്ഷേ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇസ് വെരി ഗുഡ്. നമുക്ക് മെന്റലി നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് ആണ് അത് തരുന്നത്. അത് പോകണം. ഓക്കെ മാഡം, ഞാൻ വാട്സാപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കൊന്ന് പോവുകയാണ്. ആലപ്പുഴ നിന്ന് കവിതയാണ് അയച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം 4 മാസം പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എത്ര കാലം ലീവ് എടുക്കാൻ കഴിയും, ആ സമയത്ത് എനിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ഒരു അറിവ് വെച്ച് ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റും എല്ലാം കൂടെ 6 months to 1 year ആണ്. അതിൽ അവർ 6 months ലീവ് കൊടുക്കും. പിന്നെ അടുത്ത 6 months വർക്ക് ഫ്രം ഹോമാണ്. അങ്ങനെയാണ്. പിന്നെ ഹസ്ബൻഡിന് അതിൻ്റെ 2 മാസം 3 മാസം എന്തോ കൊടുക്കും. അപ്പം ടോട്ടലി 1 year കിട്ടും. ഒരു വർഷത്തോളം നമുക്ക് സാലറിയോട് ലീവ്. അതായത് 6 months നമുക്ക് വീട്ടിൽ ബാക്കിയുള്ള, പിന്നെ 6 months നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കണം. അതെ മാഡം, ഈ നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരുക്കേണ്ടത്, എന്തൊക്കെ അവകാശങ്ങളാണ് ഈ കാര്യത്തിൽ സ്ത്രീകൾക്കുള്ളതെന്നൊന്ന് പറയാമോ? സ്ത്രീകളുടെ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വാഷ്റൂം ഫെസിലിറ്റി വേണം. അത് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. വാഷ്റൂം ഫെസിലിറ്റി വേണം. പിന്നെ രണ്ടാമത്, ആ സ്ത്രീകൾ ആ സ്ഥാപനത്തിൽ സുരക്ഷിതരായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഒരു തൊഴിലുടമയുടെ കടമയാണ്. അത് 100% ആ തൊഴിലുടമ ഉറപ്പുവരുത്തണം, പ്രാവർത്തികമാക്കണം. അതിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ആ ഗൈഡ് ലൈൻസിലും പറയുന്നത്. ആ തൊഴിലുടമ തൻ്റെ ഇതുവരെ ബോധവൽക്കരിക്കണം. ഈ കമ്പനിയിൽ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായോ എന്ത് പ്രയാസം നേരിട്ടാലും ഇന്ന ഒരു കമ്മിറ്റി ഉണ്ട്, അതിനെ സമീപിക്കാം. മനസ്സിലായി? അതിപ്പം 10 പേരിൽ കൂടുതലുണ്ടെങ്കിലേ ICC ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ പറ്റിയും അവർ ബോധവൽക്കരിക്കണം അവിടെ ഇരിക്കുന്നവരെ. അതിങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അതാത് സ്ഥലങ്ങളിൽ പോയി പരാതി പറയാം. അതാണ് ആദ്യം. പിന്നെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഈ വക കാര്യങ്ങളെല്ലാം ഒരു തൊഴിലുടമയുടെ കടമയാണ്. മാഡം, ഈ 8 hours ആണല്ലോ ഒരു സ്റ്റാൻഡേർഡ് നമ്മുടെ ഒരു ജോലി സമയം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഓവർ ടൈം നമ്മൾ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ പലപ്പോഴും ഭയങ്കര ഡിമാൻഡായിരിക്കും. കൂടുതൽ സമയം നമ്മുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളോ കുടുംബമോ പോലും നോക്കാൻ പറ്റാത്ത വിധം ജോലി സമ്മർദ്ദത്തിലായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്, സ്ത്രീകളടക്കം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള 8 മണിക്കൂർ കവിഞ്ഞുള്ള തൊഴിൽ സമയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ എന്താണ്? നിയമപരമായി 8 മണിക്കൂറാണ് പറയുന്നത് ഒരാൾ ജോലി ചെയ്യുന്നത്. അതിനാണ് ലേബർ ഇതൊക്കെ ഉണ്ട്, അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക ലേബർ കമ്മീഷനിൽ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും പ്രാവർത്തികമല്ല, പ്രത്യേകിച്ച് IT മേഖലയിൽ. അവർക്ക് ഏത് നേരവും 24 hours അവർ വർക്കിംഗ് ആണ്. രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയാലും വിളി വരും, മനസ്സിലായാലും. പക്ഷേ ദേ ആർ യൂസ് ടു ഇറ്റ്. അവർ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അവർക്കതിൽ പരാതിയില്ല. അപ്പം നമ്മൾക്കിത് ടൂ മച്ച് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ജോലി എടുക്കണം. പിന്നെ പരാതിപ്പെടാം. പക്ഷേ ഈ IT-കാരുടെ എനിക്കറിയില്ല, അവർ 8 hours ഒന്നും അല്ല, അവരുടെ വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. 10, 12, 14 മണിക്കൂറും. പിന്നെ ഒരു ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, മനസ്സിലായില്ല. ഇപ്പം കടക്കാർക്ക് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഇത്ര മണി വരെ പാടുള്ളൂ എന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവധി കൊടുക്കണം എന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇവർക്ക് ഇതൊന്നും അവർ വേറൊരു രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. മാഡം, അതുപോലെ ഈ നൈറ്റ് ഷിഫ്റ്റ് ജോലി ഇപ്പം ചില സ്ഥാപനങ്ങളിലെങ്കിലും ഇപ്പം നമുക്കറിയാം, ഇപ്പം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇൻഫോ പാർക്ക്, ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ചില കമ്പനീസ് ക്യാബ് ഫെസിലിറ്റി അടക്കം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ മറ്റ് ചില കമ്പനീസ് അവരുടെ പല സാങ്കേതികമായ പ്രയാസങ്ങൾ പറഞ്ഞ് ഈ പറഞ്ഞ ക്യാബ് ഫെസിലിറ്റി കൊടുക്കാത്ത സ്ഥാപനങ്ങളും ഉണ്ട്.
അത്തരം സാഹചര്യങ്ങളിൽ അവിടെ ജോലി ചെയ്യുന്ന ഇപ്പം ഈവൻ ആൺകുട്ടികൾക്കാണെങ്കിൽ പോലും രാത്രി ഉള്ള ഷിഫ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും അതിനനുസരിച്ച് അവർക്കൊരു ക്യാബ് ഫെസിലിറ്റിയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഈ സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ? നേരത്തെ പറഞ്ഞ KSRTC പോലും രാത്രിയിൽ എവിടെ നിന്ന് സ്ത്രീകൾ കൈ കാണിച്ചാലും നിർത്തണം എന്നാണ് ഒരു നിയമം. അതുപോലെയാണ് ഈ തൊഴിലുടമകളും അവർക്ക് ഈ ക്യാബ് ഫെസിലിറ്റി കൊടുക്കണം. അല്ലാതെ ക്യാബ് ഫെസിലിറ്റി അല്ലെങ്കിൽ തന്നെയും അവരെ സുരക്ഷിതമായി അവരുടെ വീട്ടിലെത്തിക്കണം, പാർപ്പിടത്തിൽ എത്തിക്കണം എന്നുള്ളത് ഒരു തൊഴിലുടമയുടെ കടമയാണ്. നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് ഈ കുട്ടികൾക്കൊക്കെ പോകുന്ന വഴിയെല്ലാം അപ്പോൾ അവർ അപകടങ്ങളുണ്ടാകും. അത് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് 90-95% കൊടുക്കുന്നുണ്ട്. അതുപോലെ മാഡം ഈ പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ ഒരു ലൈഫ് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കൂടെ പോകുന്ന പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മെറ്റേണിറ്റി ഒരു ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ള ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധം ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് IT സെക്ടറിലൊക്കെ നേരിടുന്നുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീയെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് വരാൻ പറ്റില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റ്മെൻറ്റ്സിലേക്ക് കൂടുതൽ പോകേണ്ട സാഹചര്യം, ഇത്തരത്തിലുള്ള പല പെർസെപ്ഷൻസും ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതൊരു ദുഃഖസത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് തിരിച്ച് ഒരു ജോലിയിലേക്ക് എത്താനും അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ? എനിക്കൊന്നും ഒരു നിയമമോ അങ്ങനെ സംവിധാനങ്ങൾ ഇപ്പം നിലവിലില്ല. ഇപ്പം നിയമമൊന്നുമില്ല. ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നത് പേരൻസ് തന്നെയാണ്. പേരൻസ് ആർ യങ്, അതുകൊണ്ട് അവർക്കിപ്പം സമയമുണ്ട്, ആരോഗ്യമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പം അവർക്കിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. ഇപ്പം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തന്നെ. ബിക്കോസ് അവർക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും ഷിഫ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ദേ ആർ ഓൾസോ റെഡി റീലൊക്കേറ്റ് ടു വിച്ച് എവർ പ്ലേസ് ദ ചിൽഡ്രൻ ആർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഈ ജോലിയിൽ കോംപ്രമൈസ് വി കനോട്ട് എക്സ്പെക്ട് ദ എംപ്ലോയർ ടു ഡു ഇറ്റ്. അല്ലേ, എംപ്ലോയർക്ക് അവരുടെ ജോലി കിട്ടിയാലല്ലേ പറ്റുള്ളൂ അവരുടെ ഇത് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഇനി എന്ത് നമ്മൾ ജെൻഡർ ഇത് ഇക്വാളിറ്റി പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം വരുമ്പോൾ വി ഹാവ് അവർ ഓൺ പ്രോബ്ലംസ്. അല്ലേ, കുട്ടികളെ നോക്കുന്ന കാര്യമായാലും കുട്ടികൾക്ക് സുഖമില്ലാതെ വരുമ്പോഴായാലും എല്ലാത്തിനും നമ്മൾ തന്നെ നിന്നല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിലരാണെങ്കിൽ അങ്ങ് ജോലി അങ്ങ് റിസൈൻ ചെയ്യും. അല്ലേ, ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ 1 വയസ്സല്ല, പിള്ളേർ 10 വയസ്സ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫിൽ. ഇപ്പോൾ ചില ജോലികളുണ്ട് ലൈക്ക് നമ്മളിപ്പോൾ ലീവ് എടുത്ത് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും വി ഹാവ് ടു സ്റ്റാർട്ട് എഫ്രഷ്. ഇപ്പോൾ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ വേറെ ആൾക്കാർ ആ ഓഫീസിൽ വരും. നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരുമാതിരി ജൂനിയറും അല്ല, നോട്ട് ജൂനിയർ ആണെന്നല്ല, പക്ഷേ അവരെല്ലാം കണ്ടിന്യൂസ് ആബ്സെൻസ്. നമ്മൾ ആ തിരിച്ചു വരുമ്പോൾ വി വോണ്ട് ഗെറ്റ് ദാറ്റ് സെയിം അക്സെപ്റ്റൻസ്. അതൊരു വലിയ ഇതാണ്. ഡോക്ടർ അവർക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. അതെന്നാണ് എൻ്റെ ഒരു. അതെ മാഡം, അടുത്ത ഒരു ചോദ്യം കൂടി വാട്സാപ്പിലത് ഞാൻ വായിക്കുകയാണ്. പാലക്കാട് നിന്നും സിന്ധു ആണ്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ജീവനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയ നിയമമുണ്ടെന്ന് അറിയുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എവിടെയാണ് ഇത് അറിയിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ജീവനക്കാരെ അങ്ങനെ ഇരിക്കാനുള്ള അവകാശം ഉണ്ട് അവർക്ക്. അതായത് ഉള്ളി കസ്റ്റമർ വരുമ്പോൾ മാത്രം നിന്നാൽ മതി, അല്ലാത്തപ്പോൾ അവർക്ക് സാധാരണ ഒരു സ്റ്റൂൾ പോലും കൊടുക്കാത്തൊരു കടയുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ അവർക്ക് ഇരിക്കാൻ സമ്മതിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ലേബർ ഇതിൽ കൊടുക്കാം, അവർക്ക് പരാതി കൊടുക്കാം. ലേബർ കമ്മീഷണർ കൊടുത്താൽ മതി. അതായത് അവർക്ക് അവരുടെ ഈ വർക്ക് ടൈമിൽ അവർക്ക് ഇങ്ങനെയാണ് അവർക്കിത് സമ്മതിക്കുന്നത്, അവർക്ക് ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അത് ത്രൂ ഈ പറഞ്ഞ പോലെ ഈ LCC വഴി ഇവരുടെ ഈ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അവരുടെ അത് വഴി റൂട്ട് ചെയ്യാം. ഈ പാവങ്ങൾക്ക് എഴുതാനൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിനാണ് അവർക്ക് ഈ നോഡൽ ഓഫീസറോ അവരൊക്കെ ഉള്ളത്. ദേ കൻ അപ്രോച്ച് ദം. അവരെ അപ്രോച്ച് ചെയ്ത് അവർ ലീഗൽ ആയിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പം വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ തീരെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സെക്ടർ ഇപ്പോഴും, അസംഘടിത മേഖല. അതെ, അസംഘടിത മേഖല. അപ്പോൾ അവിടുത്തെ അത്തരം അസംഘടിത മേഖലയിൽ മാഡം, ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതിനുശേഷം ചോദ്യത്തിലേക്ക് വരാം. ഹലോ. നമസ്കാരം മാഡം. നമസ്കാരം, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ്, ഫ്ലൈറ്റിൽ നിന്നാണ്. ഓക്കെ, ആരാണെന്ന് പറയാമോ പേര്? എൻ്റെ ഒരു പ്രകാശ് എന്നാണ്.
ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമസംരക്ഷണവും ആണ്. പത്മിനി മാം ഉണ്ട്, സംസാരിച്ചോളൂ. ചോദ്യം ചോദിച്ചോളൂ. പറയൂ. മാഡം, എന്റെ വൈഫ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവളൊരു 4 month പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഈ ഡോക്ടർ റെസ്റ്റും ഒക്കെ പറഞ്ഞു. പക്ഷെ ഒരു തൊഴിലിടത്തു നിന്നും ഒരു അവധിയോ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം അപ്പം ലീവില് പോവാണ്. പക്ഷെ ആക്ട് അനുസരിച്ച് പരീക്ഷ ഉണ്ടോ? ആക്ട് അനുസരിച്ച് നിങ്ങൾക്ക് 1 വർഷം കിട്ടണമല്ലോ. 6 മാസം മിനിമം കിട്ടണം. അത് കഴിഞ്ഞ് 6 മാസം ഇത് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ 6 മാസം അല്ലാതെ 6 മാസം 1 വർഷത്തേക്ക് എന്തായാലും തരേണ്ടതാണ്. ആക്ട് പ്രകാരം നിയമമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ലേബർ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറിനെ കണ്ട പുള്ളി നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരും. ശരി മാഡം, താങ്ക് യു. സംസാരിക്കാൻ ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. മാം, നമ്മൾ സംസാരിക്കാൻ വന്നത് ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കുറിച്ചാണ്. അപ്പോൾ ഈ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ അവരെ എങ്ങനെയാണ് നിയമം പരിഗണിക്കുന്നത്? അസംഘടിത മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടു ജോലിക്കാർ, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് ഒന്നും അറിഞ്ഞുകൂടാത്തത്. അപ്പം ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ വരുന്നുണ്ട്. പക്ഷേ തീരെ ഒന്നും എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാർ, അവർ അതിലൊരു വിഭാഗം നല്ലപോലെ ഹറാസ്മെൻറ്റ് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സെക്ഷൽ ഹറാസ്മെൻറ്റ് തന്നെയാണെങ്കിൽ അതല്ലാതെ അവർക്ക് അറിയില്ല. അപ്പോൾ അവരെ ശരിക്കും ബോധവൽക്കരിക്കേണ്ടത് ഈ നോഡൽ ഓഫീസേഴ്സാണ്. അതിനാണ് ഈ വൈശാഖ് ഗൈഡ് ലൈൻസ് വന്നത്. ഈ നോഡൽ ഓഫീസേഴ്സിനെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ഒരു നോഡൽ ഓഫീസറിനെ വെക്കണം. ഇവരെ ബോധവൽക്കരിക്കേണ്ട ആൾക്കാരാണ്. ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ പോയി കണ്ട് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്നും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അവരെ സമീപിക്കാൻ അവർക്ക് ആദ്യം ഒരു വേദി ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഈ അസംഘടിത മേഖലയിൽ ഈ ജോലിക്കാർക്ക് ഈ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയിൽ പരാതിപ്പെടാം. ഏത് വീട്ടിൽ അവർ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് ഒരു ഈ നമ്മൾ ഡോർ ടു ഡോർ സെയിൽസ് വുമണൊക്കെ ഇല്ലേ, അവരേതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഈ അനാവശ്യമായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഈ അവരുടെ ഒരു ആംഗ്യ ഭാഷ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അശ്ലീല ചുവയുള്ള വർത്തമാനം കൊണ്ടോ വിൽക്കാൻ പോകുന്ന സാധനം അവർ പലപ്പോഴും അവരുടെ നിവൃത്തിക്കേട് കൊണ്ട് അവർ മിണ്ടാതെ തിരിച്ചു വരും. അങ്ങനെ ഏതെങ്കിലും ഒരു വീടുകളിൽ ചെന്ന് ആരെങ്കിലും ഒരാൾ അവരോട് അശ്ലീല ചുവയായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു വേണ്ടാത്ത ഒരു അനുഭവം ഉണ്ടായാലോ അവർക്ക് ഈ ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ നോഡൽ ഓഫീസർ വഴി അവർക്ക് പരാതിപ്പെടും. അവർക്കും ഈ നിയമം ബാധകമാണ്. ഈ സംഘടിത മേഖല മാത്രമല്ല, അസംഘടിത മേഖലയിലും ഈ നിയമം നല്ല ഉപയോഗപ്രദമാണ്. അപ്പോൾ ആ പാവങ്ങൾക്ക് അതിൻ്റെ ബോധവൽക്കരണം കൊടുക്കേണ്ടത് ലോക്കൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയാണ്. അതിൽ നോഡൽ ഓഫീസറും ബാക്കിയുള്ളവരും അതിനകത്ത് ഈ ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതായത് വിമൻ ഈ സോഷ്യോ എക്കണോമി ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള ആളുകളെയും കൂടെ ബോധവൽക്കരിക്കണം. അതിന് ചെയ്യേണ്ടത് ഓരോ അവിടെ ഉള്ള ആൾക്കാർ, അതിന് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് മെമ്പറായാലും എല്ലാവരും അതിലൊരു എന്ന് വെച്ചാൽ അവരെ ബോധവൽക്കരിച്ചാൽ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. അല്ലെങ്കിൽ അവർ പേടിച്ചിങ്ങി പോരും. പിന്നെ അവർക്ക് അതിനെപ്പറ്റി പരാതി പറയാനോ അവർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനോ അറിയത്തില്ല. അവർ ഡെയിലി ഒരു ബസ്സിൽ കയറും. ചിലപ്പോൾ കണ്ടക്ടറായിരിക്കും മോശമായിട്ട് പെരുമാറും, ഡ്രൈവറായിരിക്കും മോശമായിട്ട്. ഇതെല്ലാം അവർക്ക് തൊഴിലുടമയോട് പരാതിപ്പെടാം. അതിൻ്റെ കൂടെ അവർക്കിത് ഈ LCC കംപ്ലയിൻറ്റ് ചെയ്ത് ഈ പറയുന്ന ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കാം. മാം, ഈ സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഒരു നല്ല വക്കീലിനെ കണ്ടെത്തി അവരുടെ അടുത്ത് പോയി അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇപ്പോൾ അൺഓർഗനൈസ്ഡ് ആയി അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പരാതിപ്പെടാമോ? പരാതിപ്പെട്ടാൽ എങ്ങനെ? ആ പരാതിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിയമസഹായം സ്റ്റേജസ് എങ്ങനെ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചിലവുകൾ ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നവരാകണം എന്നില്ല. അപ്പോൾ ഇവരെ സഹായിക്കാനായിട്ട് നമ്മുടെ ഒരു സിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു നല്ല സിസ്റ്റം ഉണ്ടല്ലോ, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. എല്ലാ ജില്ലാ കോടതി കോംപ്ലക്സിനകത്തും ഒരു ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇതുപോലത്തെ ആളുകളെ സഹായിക്കാനും പറഞ്ഞു കൊടുക്കാനും ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഏത് കേസിനെ പറ്റി വന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ മുമ്പ് ചോദിച്ചില്ലേ, അവർക്കും പോയി ആ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ പോയി അവരുടെ പരാതി എന്താണോ അത് പറഞ്ഞാൽ അതിനുള്ള അവർക്ക് വഴി പറഞ്ഞു കൊടുക്കും. അത് സെൻറ്ററിലുള്ള കാര്യമാണെങ്കിൽ അവർ ഒരു അഡ്വക്കേറ്റും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല. ഈ ഫ്രീ സർവീസ് ഇപ്പോൾ ഉണ്ട്.
ഈ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എല്ലാം ഫുൾ ഫങ്ഷനിങ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട് ഇതുപോലെ പറഞ്ഞു കൊടുക്കാനും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി പോയി ഇതിനുള്ള പോംവഴി എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അവരതിന് കറക്റ്റായിട്ടുള്ള നിയമ ഉപദേശം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊന്നും നമുക്ക് പൈസ ചിലവില്ല. അപ്പോൾ ഇന്ന് പാവങ്ങൾ പൈസക്കാരൊന്നല്ല, ആർക്ക് വേണമെങ്കിലും നിയമോപദേശം തേടാം, അതിൻ്റെ വഴികൾ അന്വേഷിക്കാം. ഇന്ന് കുറച്ചുകൂടെയൊക്കെ ഒരു നിയമം സാധാരണക്കാരനിലേക്ക് ഇറങ്ങുന്നു. മാഡം, അതുപോലെ ഈ പരാതിപ്പെട്ട് ഒരു കേസ് ആയി പോയി കഴിഞ്ഞാൽ ദീർഘനാൾ ആ കേസിൻ്റെ പുറകെ നടക്കണം എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി ഉള്ള ചില പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും എനിക്ക് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെടാൻ പോയാൽ പിന്നെ കോടതിയിൽ പോകണം, കേസ് നടത്തണം, കേസ് നീണ്ടുപോകും. അപ്പോൾ ഇത്തരം കേസുകളെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും സംവിധാനം, അതിനൊരു റിഡ്രസൽ മെക്കാനിസം എന്തെങ്കിലും നമുക്ക് ഉണ്ടോ? അത് വരാനുള്ള സാധ്യതകളുണ്ടോ? ഞങ്ങളുടെ ഇടയിൽ ഒരു തമാശയുണ്ട്. ഒരു കേസ് സ്പീഡിൽ നടത്താൻ പറയില്ലേ, നിങ്ങൾക്ക് പതുക്കെ നടത്തണോ, 1 വർഷത്തെ ഡിലേ വേണോ, 2 വർഷത്തെ ഡിലേ വേണോ, അത് എളുപ്പമാണ്. അതെ, പക്ഷേ സ്പീഡിൽ നടത്താൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മളല്ല, അത് എൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ദ സിസ്റ്റം ഇസ് ലൈക്ക് ദാറ്റ്. അത് എന്തൊക്കെ പറഞ്ഞാലും ഈ കൺസ്യൂമർ കോടതി എന്നെ ഫോം ചെയ്തത് വളരെ വേഗം നടത്താനാണ്. പക്ഷേ അവിടെയൊക്കെ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഒരിടത്തും നമുക്ക് ഈ നീതി എന്ന് പറയുന്ന നിയമപരമായ പോരാട്ടങ്ങൾക്ക് എപ്പോഴും സമയമെടുക്കുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ചില സമയത്ത് അതൊന്നൊരു ആളുകൾക്ക് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം എടുക്കുന്നതിനെ കുറിച്ച് നമ്മളല്ല ഒന്നും പറയാനായിട്ട്. പിന്നെ അത് എടുക്കും. അപ്പം നമ്മുടെ നാട്ടിൽ നിയമത്തിൻ്റെ വഴി തേടുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. നല്ല ക്ഷമയുണ്ടെങ്കിൽ ആ നിയമ പോരാട്ടം നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെ. മാഡം, ഞാൻ അടുത്തൊരു ചോദ്യം വാട്സാപ്പിൽ നിന്ന് ചോദിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് അമ്മു ആണ് അയച്ചിരിക്കുന്നത്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ഒരു പുസ്തകം രചന ചെയ്യാൻ താല്പര്യമുണ്ട്. അതിന് നിയമം അനുവദിക്കുമോ? അതിന് എന്തെങ്കിലും പെർമിഷൻ അത് സംബന്ധിച്ച് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ ഒരു അറിവിൽ അത് ഗവൺമെൻറ് അവർ പബ്ലിഷ് ചെയ്യണമെങ്കിൽ അവരുടെ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചോദിച്ചിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ദേ ഹാവ് ഗോട്ട് ദെയർ ഓൺ സിസ്റ്റം. അത് ആ നിയമം ഉണ്ട് അവർക്ക്. അവർക്കല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രയർ കൺസേൺ വാങ്ങിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. ഓക്കെ മാഡം, ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വന്നതിനകത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്ന ഇപ്പം മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റ്സ്, ലീവ്, ശമ്പളം അടക്കം കിട്ടുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ ഈ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ ICC അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ ഇതല്ലാതെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? അല്ല, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ചില സ്ഥലത്തൊക്കെ ഈ ജെൻഡർ ഇൻഇക്വാളിറ്റി ഉണ്ട്. അതായത് അവർ ഒരേ ഇതിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ അവർ പെണ്ണുങ്ങളെ പരിഗണിക്കാതെ ആണുങ്ങളെ കൊടുക്കും. അങ്ങനെ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മാഡം, ഇപ്പം ഞാനത് വളരെ പർപ്പസ്ലിയാണ് ആ ഒരു ചോദ്യം ചോദിച്ചത്. നമ്മൾ ഒരു മെജോറിറ്റി ഓഫ് സ്ഥാപനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ പുരുഷന്മാരെക്കാളും ഗംഭീരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള സ്ത്രീകളുണ്ട്. പക്ഷേ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് അവർക്ക് ഉള്ള സ്പേസിലേക്ക് എത്തിച്ചേരാൻ ഒരു പക്ഷേ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ജെൻഡർ എന്ന് പറയുന്ന ഒരു ബയസ് ഉള്ളതായിട്ട് പല മേഖലകളിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വക്കീലന്മാരൊക്കെ പടവെട്ടി പെണ്ണുങ്ങളിങ്ങനെ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജഡ്ജസ് ആയിട്ടുണ്ട്. ഈവൻ സ്പേസിൽ പോലും സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഭൂമിയിൽ ഈ പറയുന്നൊരു ജെൻഡർ ഇൻഇക്വാളിറ്റി ഇൻവിസിബിളി വിസിബിളായിട്ട് ഒരു പക്ഷേ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഉണ്ട്. ഒരു മുൻ ജനറേഷനേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത ജനറേഷനിലോട്ട് കയറി തുടങ്ങിയപ്പോൾ അത് ഒരുപാട് കുറയുന്നുണ്ട്. ആ ഒരു എന്താ പറയുന്ന ഇതിന് ഒരു മുമ്പുള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളൊരു ജനറേഷനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ. അവർക്കത് ഒരിക്കലും ഒരു സ്ത്രീയെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. അതായത് അവരുടെ മേലധികാരി ഒരു സ്ത്രീയാണെങ്കിൽ അവർക്കതെന്തോ ഒരു കുറവ് പോലെ ആയിരുന്നു. അതിന് അവരെ എന്ത് വില കൊടുത്തു അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യമൊക്കെ ഇപ്പം മാറി. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ജെൻഡർ ബയസ് കുറവാണ്. അവർ ഇടപെടുന്നത് പോലും പുതിയ ജനറേഷന് തൊട്ട് മുമ്പുള്ള ജനറേഷൻ അവർക്ക് വ്യത്യാസമൊന്നുമില്ല ആണും പെണ്ണും തമ്മിലൊന്നും. അവർ നടക്കുന്നതായാലും അവർക്ക് ആ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ഒരുപാട് ചീത്ത കാര്യങ്ങളും ഉണ്ട്. ഇല്ലയെന്ന് പറയാം, രണ്ടും ഉണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്.
പക്ഷേ എന്നാലും അവർക്ക് ആ കോംപ്ലക്സും അതൊന്നുമില്ല. ആൺകുട്ടികൾ അത് പെൺകുട്ടികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മ വിചാരിക്കും അത്രയും നല്ലത്, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അല്ലാതെ ദേ ഡോണ്ട് ഹാവ് ദറ്റ് ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് ഇല്ല. അത് മാറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അധികം ഇല്ല. ജെൻഡർ ഇൻഇക്വാളിറ്റി കൊണ്ട് നമുക്ക് ജോലിയിൽ നമ്മുടെ പെർഫോമൻസ് മാത്രമേ ഇപ്പം കണക്കിലെടുക്കുന്നുള്ളൂ. ഇപ്പം തന്നെ നമ്മളുടെ പ്രൊഫഷനിൽ തന്നെ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും ലേഡി ജഡ്ജസ് കുറവായിരുന്നു. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ഇതിലെടുത്താൽ തന്നെയും ജഡ്ജസ് കൂടുതലാണ്. പെൺകുട്ടികൾ ഒരുപാട് പേരാണ് ലീഗൽ ഇതിൽ സർവീസിൽ വരുന്നത്, ജുഡീഷ്യൽ സർവീസിൽ വരുന്നത്. ഒരുപാട് സ്ത്രീകളുണ്ട്. എവിടെ ചെന്നാലും നമുക്കൊരു പണ്ടൊക്കെ ഒരാളല്ലെങ്കിൽ 2 പേരായിരുന്നു. ഒരു ഓഫീസിൽ കയറിയാൽ നമ്മൾ നോക്കുമ്പോൾ ഒരാളല്ലേ, അവർക്കൊരു കൂട്ടുപോലും ഇല്ല. ഇപ്പോൾ അതല്ല, അവർ തന്നെ ഒരു 10-12 പേര് കാണും. അപ്പോൾ അല്ലെങ്കിൽ ഒരു 5 പേര് എങ്ങനെയായാലും ഒരു സെൻറ്ററിൽ കാണും. ഈ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളെ, ഇപ്പം സ്ത്രീകളായാലും അല്ലെങ്കിൽ പെൺകുട്ടികളായാലും ബോയ്സ് ആയാലും, അവരുടെ ഒരു ലീഗൽ റൈറ്റ്സ്, ജോലിയുമായി ബന്ധപ്പെട്ട റൈറ്റ്സ് ഇപ്പോഴും അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം നിർഭാഗ്യവശാൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ പോലെ റൈറ്റ്സിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിനുള്ളൊരു സംവിധാനം ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എനിക്കൊരു എതിർപ്പുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഗൂഗിളാണ്. അവരെല്ലാ റൈറ്റ്സും ഗൂഗിളിൽ കൂടെയാണ്. ഒരു ട്രീറ്റ്മെൻറ്റിന് പോയാലും ഗൂഗിളാണ്. അവർക്ക് ഇതെല്ലാം ഗൂഗിളിൽ കൂടെ അവർ പഠിച്ചിട്ടാണ് അവർ കയറുന്നത്. അപ്പോൾ അവർക്ക് 90% ഒരു ഗൂഗിൾ നോളജ് ഉണ്ട്. ആ ഗൂഗിൾ നോളജിൽ കൂടെയാണ് അവരിപ്പോൾ പോകുന്നത്. പലപ്പോഴും ഒരു ക്രൈസിസിൽ എത്തുമ്പോഴായിരിക്കും ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് അതൊരു ബേസാണ് അവർക്ക് അതൊരു ഹാബിറ്റുമാണ്. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് കുറേയൊക്കെ അവർക്ക് അറിയാം. കുറേയൊക്കെ അവർ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. അതെ. മേഡം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വാട്സാപ്പിൽ വന്നൊരു ചോദ്യത്തിലേക്ക് പോകും. എറണാകുളത്ത് നിന്ന് ഡോറയാണ് ചോദിച്ചിരിക്കുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുകയാണ്. ഓഫീസ് ടൈം കഴിഞ്ഞ് വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വലിയ പ്രഷറും മാനസിക നില തന്നെ തകരാറാക്കുന്ന തരത്തിൽ ജോലി ഭാരവും ഉണ്ടാകാറുണ്ട്. ഇന്ത്യക്ക് പുറത്തെ കമ്പനിയിലാണ് ഞങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇന്ത്യൻ നിയമങ്ങൾ ഈ കമ്പനിക്ക് ബാധകമാണോ, എന്തെങ്കിലും തരത്തിൽ പരാതിപ്പെടാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവരുടെ കമ്പനി ഏതാണെന്നുള്ളത് നോക്കണം. കാരണം ഇഫ് ദ വർക്കിംഗ് ഫോർ സം അതർ കമ്പനി ഔട്ട്സൈഡ് ഇന്ത്യ, അവരുടെ ഈ വർക്കിംഗ് ടൈം എന്താണെന്നുള്ളത് നോക്കണം. അങ്ങനെയാണെങ്കിൽ അവർ രാവിലെ വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ രാവിലെയും രാത്രിയും വർക്ക് ചെയ്യാനായിട്ട് ഒരു നിയമവും ഒരിടത്തും പറയുന്നില്ല. അതും ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഒരു ലേബറിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ലോയറെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കിട്ടും. കാരണം അങ്ങനെ നമ്മൾ അൺഎൻഡിങ് ആയിട്ട് ജോലി ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നില്ല. 24/7 മോർ ദാൻ 12 hours ഒന്നും ചെയ്യാൻ പറ്റില്ല. 8 hours ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ നെക്സ്റ്റ് ടൈം ചിലർക്ക് ഓവർ ടൈം കിട്ടും വർക്ക് ചെയ്യുന്നതിന്. അതൊക്കെ വെച്ചാൽ അവർക്ക് വർക്ക് ചെയ്യാം. അതല്ല, ഇഫ് യു ആർ ഹറാസ്ഡ് ടു വർക്ക് മോർ ദാൻ വാട്ട് ഈസ് in the legislation, you can always approach നമ്മുടെ വർക്ക് പ്ലേസ് എവിടെയാണോ അവിടെയുള്ള ലെജിസ്ലേഷൻ നമുക്ക് അപ്രോച്ച് ചെയ്യാം. മാഡം, ഇപ്പം ഈ പ്രൈവറ്റ് സെക്ടറിൽ പറഞ്ഞ പോലെ 8 മണിക്കൂർ കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ 10 to 12 hours ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടെയാണ് പല ആളുകളും ഇപ്പോൾ ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്ന് ഡീസ്ട്രെസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ചില കമ്പനികളൊക്കെ അവർ തന്നെ ചെറിയ ഒരു 1 day അല്ലെങ്കിൽ 2 day ടൂൾസ് അങ്ങനെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കമ്പനികളിൽ എത്രത്തോളം അനിവാര്യമാണ്? അതൊരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും? പല കമ്പനികളും ഞാൻ കണ്ടിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്തവർക്ക് ഫ്രൈഡേ ഈവനിങ്ങും സാറ്റർഡേ ഒക്കെ അവർക്ക് ഫുൾ പേ ഇത് കൊടുത്തിട്ടാണ് അവർക്ക് എവിടെയോ ഡിന്നറും പാർട്ടിയും എല്ലാം ദേ ക്യാൻ ഡു എനിത്തിങ്. ബട്ട് കമ്പനി വിൽ ഒരു എമൗണ്ട് അവർ വച്ചേക്കും. ദേ ക്യാൻ സ്പെൻഡ് ഇറ്റ്. അവർക്ക് ടീമായിട്ട് പോയിട്ട് അവർക്ക് ദേ ക്യാൻ ഡു ഇറ്റ്. അതാണ് ഡീസ്ട്രെസ്സിങ് അവരുടെ. ഈ 1 week വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ഇതുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഈ 8 hours വർക്ക് എന്ന് പറയുന്നത് അവർ പറയുന്നത് ഓക്കെ. പക്ഷേ വെൻ എ വർക്ക് ഈസ് ഗിവൺ അത് 8 hours കൊണ്ട് തീർക്കാവുന്നതായിരിക്കാം. ബട്ട് സം മേ ടേക്ക് 10 to 12 hours. ദാറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട് എന്നാണ് അവർ പറയുന്നത്. സോ ദേ അസൈൻ എ വർക്ക്. ആ വർക്ക് ദേ ഹാവ് ടു ഫിനിഷ് വിതിൻ എ ടൈം ഫ്രെയിം. ആ ടൈം ഫ്രെയിമിൽ തീർക്കാൻ പറ്റാത്തത് അവർ പറയുന്നത് അവരുടെ കുറ്റമല്ല. പക്ഷെ അത് ആരാണ് നിർണ്ണയിക്കുന്നത്? കാരണം ഇതിപ്പോൾ കമ്പനി പറയുന്നത് 8 മണിക്കൂറത്തെ ജോലിയേ ഉള്ളൂ. പക്ഷെ ജോലി ചെയ്യാൻ ഇരിക്കുന്ന ആൾ ചിലപ്പോൾ 12 മണിക്കൂർ ചെയ്താലും ഇത് തീരത്തില്ല. അപ്പോൾ ഇതിന് മോണിറ്റർ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല ആക്ച്വലി. അവിടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ വരുന്ന നിയമം
നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിക്കുന്നത്. അതെ അതെ മാഡം, അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, അതായത് ഇപ്പം തൊഴിലിടങ്ങളിൽ ഒരു ജെൻഡർ ബയസ് ഇല്ല, നമ്മൾ ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അടക്കമുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ഈ ഹസാഡസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള ജോലി ചിലപ്പം ബൈ നേച്ചർ ഹസാഡസ് ആയിരിക്കാം, പക്ഷേ മുൻകാലങ്ങളിൽ അത്തരത്തിലുള്ള ജോലികളിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹസാഡസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാം, പക്ഷേ അത് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു... സ്ത്രീകളെ അങ്ങനെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ല. പണ്ട് പടക്കശാലകളിലൊക്കെ സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്യും. തമിഴ്നാട്ടിലൊക്കെ അന്നും പടക്കശാലകളിലൊക്കെ സ്ത്രീകൾ എന്ന് വെച്ചാൽ അവർക്ക് വേതനം കുറച്ച് കൊടുത്താൽ മതി അന്നത്തെ കാലത്ത്. അതുകൊണ്ട് അവന് സ്ത്രീകളെ ഒരിക്കലും അതിൽ നിന്നൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ എല്ലാവരും ലൈസൻസിൻ്റെ പുറത്താണ് ഈ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ആ ലൈസൻസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ കേട്ടിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, പക്ഷേ അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം, ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ബൈ ദി അഡ്മിനിസ്ട്രേഷൻ. അത് ഇല്ല. ഈവൻ യു ടേക്ക് ദ ട്രാഫിക് റൂൾസ് എവിടെയെങ്കിലും ആരെങ്കിലും അനുസരിക്കണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ എല്ലാവരും പേപ്പറിലൊക്കെ പറയും ഇത്രയും ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നു. സിറ്റിക്കകത്തൊക്കെ ഇപ്പോൾ എന്ത് ആക്സിഡൻറ്റ്സ് ആണ്, ഒൺലി ബിക്കോസ് ഓഫ് കെയർലെസ് ഡ്രൈവിങ് ആൻഡ് ഈ ഒരാളുടെ കെയർലെസ്നെസ് കൊണ്ട് വേറൊരാളുടെ ലൈഫാണ് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആക്കേണ്ടത് എവിടെയാണ്? ട്രാഫിക് റൂൾസ്. അതൊരിക്കലും സ്ട്രിക്റ്റ് അല്ല. സിഗ്നൽ ജമ്പിങ് ഇവരൊക്കെ പറയും എന്തോ ഫൈൻ അടിക്കും ഇതൊക്കെ. ഐ ഡോണ്ട് തിങ്ക് സോ. ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഒരു മോണിറ്ററിങ്ങും ഇല്ല ട്രാഫിക്കിൽ. പോലീസുകാരെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. ട്രാഫിക് സിഗ്നൽ ജമ്പ് ചെയ്താലും അയാളൊന്നും പറയില്ല. അപ്പോൾ വൺ പേഴ്സൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേഴ്സൺ ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രാവശ്യം ചെയ്യും. അങ്ങനെ പീപ്പിൾ വിൽ ഫോളോ. അതാണ് നമ്മുടെ നാട്ടിൽ ഒരു മോണിറ്ററിങ്, ഒരു എക്സിക്യൂഷൻ. ദറ്റ് ഇസ് എ കറക്റ്റ് വേർഡ് ദറ്റ് ക്യാൻ ബി യൂസ്. ദർ ഇസ് നോ എക്സിക്യൂഷൻ ഓഫ് എനി ലോ. നമ്മളിങ്ങനെ നിയമമുണ്ട്, പക്ഷേ അതിനൊരു കറക്റ്റായിട്ട് ഒരു എക്സിക്യൂട്ടിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ ആ നിയമം കൊണ്ട് ഒരു പ്രളയമില്ല. ഇറ്റ് വിൽ ബി ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഉള്ള കാര്യമാണ്. അപ്പോൾ ഹൂ ഷുഡ് ഡു ദ എക്സിക്യൂഷൻ? അഡ്മിനിസ്ട്രേഷൻ. ലീഗൽ സിസ്റ്റം ക്യാൻ ഡു എനാക്ട് ലോസ്, പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ പവർ ഉള്ളവൻ്റെ കയ്യിൽ നിയമമില്ല. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർക്ക് നിയമം ഇല്ലാതാക്കും. വേറെ ഏതെങ്കിലും നാട്ടിൽ പൊക്കോ, അവർക്ക് എല്ലാവരും പറയും യു എയിലൊക്കെ ട്രാഫിക് ലോസ് ആർ വെരി സ്ട്രിക്റ്റ്. എല്ലാ ലോസും ദേ ആർ വെരി സ്ട്രിക്റ്റ്. ആ സ്ട്രിക്റ്റ് ആയിരിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ അതുകൊണ്ട് ബേസിക്കായിട്ട് ആർക്കും ഒരു ഉപയോഗമില്ല. അതെ, കുത്തൊഴിഞ്ഞ സംവിധാനത്തിലേക്ക് സൊസൈറ്റി തന്നെ പോകുന്ന ഒരു ഈ ക്രൈമും ഇതെല്ലാം ഇതുകൊണ്ടാണ്. എന്തിനാണ് ഈ ക്രിമിനൽസിനെല്ലാം ഇപ്പോൾ ഭക്ഷണം വരെ നല്ല രീതിയിൽ കൊടുക്കുകയില്ല. അപ്പോൾ പീപ്പിൾ വിൽ തിങ്ക് അവർക്ക് അവിടെ വെൻ യു ആർ ഡൂയിങ് എ ക്രൈം യു ആർ പുട്ട് ഇൻ ജയിൽ. അതെ അതെ. അപ്പോൾ യു ഷുഡ് ബി സഫറിങ് ഫോർ ദ വാട്ട് യു ഹാവ് ഡൺ. അപ്പോൾ അതിന് വരെ അവർക്ക് നല്ല ഭക്ഷണവും നല്ല ഇതും അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ക്രൈം ചെയ്യുന്നതിന് വോട്ടേഴ്സ് ഇത് സുഖമാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻകപ്പാസിറ്റി ആണ് നമ്മുടെ നിയമങ്ങളുടെ ഒരു ശാപം. മാം, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നൊരു സ്ത്രീ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട നിയമങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് പറയാം. ജോലി ചെയ്യാൻ പോകുന്നൊരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, അതായത് അവരുടെ സുരക്ഷയും സംരക്ഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് ഒന്ന് അവർക്ക് അവരുടെ സെൽഫ് റെസ്പെക്റ്റും ഇൻറ്റഗ്രിറ്റിയും കളഞ്ഞ് ഒരിടത്തും ജോലി ചെയ്യണ്ട. അതിനവർക്കൊരു നിയമം സംരക്ഷണം ഉണ്ടെന്നുള്ള ഒരു ബോധം അവർക്ക് വേണം. അതായത് അവർക്ക് സ്വന്തമായിട്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മെൻ്റലി അവർക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് ഈസ് ഫ്രം എനി പേഴ്സൺ ഹു ഈസ് വർക്കിംഗ് വിത്ത് ഹർ ഓർ സബോർഡിനേറ്റ് ആയാലും മേളിലുള്ളവരായാലും ആരിൽ നിന്നും അവർക്ക് ഒരു തരത്തിലുള്ള വേണ്ടാത്ത ഒരിതും അവർക്ക് സ്വീകരിക്കേണ്ട, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അപ്രകടമായോ അല്ലാതെയോ ഒന്നും. അതായത് ഷീ ഷുഡ് ബി ഹാവിങ് ഒരു ഫുൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫോർ വർക്കിംഗ് വിത്തൗട്ട് എനി ഫിയർ. അതാണ് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും സഹിക്കേണ്ട ആവശ്യവുമില്ല. അതിനി തൊഴിലുടമയിൽ നിന്നായാലും സബോർഡിനേറ്റിൽ നിന്നായാലും കൊളീഗിൽ നിന്നായാലും ആരിൽ നിന്നായാലും അവർക്കത് സഹിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളത്. എപ്പോഴും തല ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾക്ക് പോകേണ്ടതെന്നുള്ളതും ആ തല ഉയർത്തി തന്നെ ഇരിക്കേണ്ടതാണെന്നുള്ളത്. അതിലാരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അതിലൊരു മനപ്രയാസം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ പലരുടെയും വിചാരം നമ്മൾ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ മോശക്കാരാകും എന്നാണ്. അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ അത് നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കും. അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ടാണ് പലരും മോശമായിട്ട് പെരുമാറുന്നത്. ആദ്യം നമ്മൾ തന്നെ അവരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കണം. അതായത് നമ്മൾ പറയും സാമന്താനം ഭേദം തന്നെ. ആദ്യം നമ്മൾ നോക്കണം, അവരുടെ അടുത്ത് പറയണം ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല, ഇതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പെരുമാറ്റമാണ്. ഇത് പിന്നെയും വരികയാണെങ്കിൽ മാത്രമേ നിയമവും പരാതിയല്ല. എല്ലാത്തിനെയും നിയമം എടുത്ത് പിടിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ സ്വയം വി ഷുഡ് ഹാവ് ദ സ്ട്രെങ്ത് ഫ്രം വിത്തിൻ
പിന്നെ നമുക്ക് നിവൃത്തിയില്ലാത്തപ്പോഴേ പരാതിക്കൊക്കെ പോവുള്ളൂ. കാരണം നമ്മൾ പിന്നെയും ജോലി ചെയ്യേണ്ട ഒരു സ്ഥാപനം. അതെ അതെ മാഡം, ഈ നമ്മൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഇപ്പോൾ ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരിക്കുന്ന ഒരുപാട് കേസസ് അല്ലെങ്കിൽ ഇഷ്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അതുമല്ല, ലേബറിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ആ ലേബർ കമ്മീഷൻ അവരാണ് അതിനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്താൽ നമുക്ക് ശമ്പളം കിട്ടണം എന്നുള്ളതാണ്. പണ്ടെല്ലാവരും പറയും KSRTC ജോലി ചെയ്ത ശമ്പളം ശരിക്കും കിട്ടത്തില്ല എന്നൊക്കെ പറയും. എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷേ അത് എന്നെങ്കിലും കിട്ടും എന്ന് പറഞ്ഞാണ് ആളുകൾ ഇരിക്കുന്നത്. അതിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ എന്തെങ്കിലും കിട്ടും എന്ന് പറയാം. പക്ഷേ പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. എന്തെങ്കിലും അടച്ചുപൂട്ടി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതെ അതെ അതെ. അപ്പോൾ വെൻ യു വർക്ക് യു ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് ദ സാലറി. അതെ, അപ്പോൾ ലേബർ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെടുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇൻറ്റിഗ്രിറ്റിയെ, നമ്മുടെ ഡിഗ്നിറ്റിയെ, നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് ഒരു തരത്തിലുള്ള ഹരാസ്മെൻറ്റ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യുക്തിപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുക. ആദ്യം ഒന്ന് വാൺ ചെയ്തിട്ടാണെങ്കിൽ രണ്ടാമത് നമുക്ക് നിയമപരമായിട്ട് തീർച്ചയായിട്ടും പോകാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നിയമപരമായി പോകാനുള്ള സ്പേസ് നമുക്കുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും വാൺ ചെയ്ത് നമുക്ക് നിയമപരമായ രീതിയിൽ തന്നെ പോയി നമുക്ക് വേണ്ട നീതി ലഭ്യമാക്കാനുള്ള തരത്തിൽ ഇന്ന് നിയമ സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് മാത്രം ഒന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മുടെ സമയം ഇപ്പോൾ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. മാഡം, കേരള കണക്റ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.